ഹലോ ഗായ്സ്, വെൽക്കം ടു ഓഡലാൻഡ്, വെൽക്കം ടു അനദർ ഡേ. ഞാൻ നിങ്ങളൊരാളെ കാണിച്ചു തരാട്ടാ. ഇപ്പോൾ റോസിയുടെ ഒരു പുതിയ സ്ഥലമാണിത്. നോക്കൂ, തടാൻ റോസി 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 ഇപ്പോൾ ഫുൾ ടൈം ഈ സോഫയുടെ സൈഡിലാണ്. പിന്നെ വേറെന്താ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്ന 2 ദിവസം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് കുളിച്ച് റെഡിയായി ഹോട്ടലാൻഡിക്ക് പോകാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നൂൽപ്പൂട്ടും മുട്ടക്കറിയും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അമ്മയാണ് നമ്മുടെ ഷെഫ്. ഇന്ന് ഇതാണോ? ഇന്നലെ എന്തായിരുന്നു ഇവിടെ? ഇന്നലെ അപ്പം ചിക്കൻ കറി. ഓ, ഇന്നലെ പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ. നീ കഴിച്ചില്ല, പെട്ടെന്ന് പോണ്ടി വന്നില്ലേ. ആ ഹൽവ കഴിഞ്ഞാ കോഴിക്കോട് നിന്ന് മേടിച്ച്? അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതാരണം എല്ലാവരും വേഗം കഴിച്ചു. നല്ലായിരുന്നു അല്ലേ? ചേച്ചി അവിടെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കിട്ടൂട്ടാ, കാരണം എന്റെ വൈഡാങ്ങളാ. അപ്പൊ അവളുടെ യൂട്യൂബ് ചാനലിൽ ഒരു എസ്തെറ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവള് കണ്ടോ മുഖം പൊത്തിയിരിക്കാണ്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എന്താ പേര് പറഞ്ഞോ? നിനക്ക് വേണ്ടി 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കോട്ടെ. യുവേഴ്സ് ട്രൂലി ഡെരീറ്റ. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? ഓക്കെ. അപ്പൊ അതൊക്കെയാണ് ഗൈസ് കാലത്തെ വീട്ടിലെ വിശേഷങ്ങൾ. ജൂൺ എന്തേ? ജൂൺ കട്ടിലിന്റെ അടിയിൽ പോയി ഉറങ്ങാൻ പോയി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, ജൂൺ കട്ടിലിന്റെ അടിയിലാണ്. അതാണ് ജൂണിന്റെ സ്പോട്ട്. റോസിയുടെ സ്പോട്ട് ആക്ച്വലി ഈ കട്ടിലിന്റെ അടിയിലാണ്. പക്ഷേ അവളിപ്പോ കുറച്ച് ദിവസമായിട്ട് അവിടെയാണ് അവളുടെ കിടത്തം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഹോട്ടലാൻഡിൽ ചെന്നിട്ട് കാണാം. ചിലപ്പോൾ ഹോട്ടലാൻഡിൽ ചെന്നിട്ടായിരിക്കും കാണാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും വ്ളോഗ്. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. അപ്പം ബൈ ഗൈസ്. ഹേ ഗായ്സ്, നമ്മളങ്ങനെ ഹോട്ടലാൻഡിൽ എത്തിയേക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെ ജെയിംസ് വന്നിട്ടുണ്ട്. ജെയിംസ് ജസ്റ്റ് ഇന്ന് കാലത്ത് എന്തിനാന്നാടാ? പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാനാ. പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പുറത്തെ ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ കടയ്ക്ക് വന്നു. ഇവൻ സ്ഥിരം ഇവിടെ ഉള്ളതാണ്, നമ്മുടെ കൂടെ ഉള്ളതാണ്. പിന്നെന്താ, വേറെ കസ്റ്റമേഴ്സ് ആരും വന്നിട്ടില്ല ഇന്ന് കാലത്ത്. ഒരാളൊന്ന് വന്നു, പക്ഷെ ഞാൻ എത്താൻ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റിയില്ല, ആ കച്ചവടം മിസ്സായി. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ. പിന്നെ നമുക്ക് പുതിയ സ്റ്റോക്ക് ഹോട്ടലാൻഡിൽ പ്രത്യേകിച്ച് ഒന്നും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ഉള്ളത് തന്നെ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. വേറെ പുതിയതായിട്ടൊന്നും അങ്ങനെ ഹോട്ടലാൻഡിൽ എത്തിയിട്ടില്ല. കാരണം പുതിയ മോഡൽസ് ഒന്നും ഇറങ്ങിയിട്ടില്ല ബേസിക്കലി, അതുകൊണ്ടാണ് അങ്ങനെ. വേറെ പിന്നെ വിശേഷം എന്താണ്? ഇങ്ങനെയൊക്കെ. ഹലോ ഗൈസ്, ഞങ്ങളൊരു ബർഗർ കഴിക്കാൻ പോവാണ്. ഞാനുണ്ട്, ജെയിംസ് ഉണ്ട്. ഒരു ബർഗർ കഴിക്കാൻ ഒരു ആഗ്രഹം. അപ്പോൾ ഇതാണ് നമ്മുടെ ജോബിച്ചേട്ടൻ, നമ്മുടെ എല്ലാമായി ജോബിച്ചേട്ടൻ. ആൾക്ക് ഒരു മൊബൈൽ പൗച്ചിൻ്റെ കടയാണ്. ഇത് നമ്മുടെ അരുൺ ചേട്ടൻ. അവർക്കും മൊബൈലിൻ്റെ കടയാണ്. ഇവർ ശത്രുക്കളൊന്നുമല്ല, ഒരു പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങളൊരു ബർഗർ കഴിച്ചത്. ജെയിംസേ കയറിക്കോ. നോ പ്രോബ്ലം. ഗൈസ് ഞങ്ങളങ്ങനെ ബർഗർ കഴിക്കാൻ വന്നേക്കാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇൻസെക്യൂരിറ്റി പോലെ തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്യും, എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ഗൈസ്, ജെയിംസ് ഒരു ബർഗർ, ഞാൻ ഒരു ഷവർമ കൊള്ളാട്ടെ. ഞാൻ മുൻപും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല. ഇത് വേറൊരു ടൈപ്പായിരുന്നു. ഇതിങ്ങനെ സംഭവം കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് ഹെവിയാന്ന് തോന്നുന്നു. കാലറി കൂടും ഗൈസ്. നമുക്ക് അപ്പം കഴിച്ചിട്ട് വരാം. ഗൈസ് ഞാൻ ജസ്റ്റ് നടക്കാറിയതാണ്. അപ്പോൾ നല്ലൊരു സൺസെറ്റ് കണ്ടപ്പോൾ നിങ്ങളോട് കാണിക്കാമെന്ന് വെച്ചു. ഇതാണ് ഈ കാണുന്നതാണ് ചാലക്കുടി പുഴയുടെ വെട്ടടവ് പാലത്തിൻ്റെ അവിടെ നിന്നുള്ള സൺസെറ്റ് വ്യൂ ആണത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എൻ്റെ വീട്.
ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നൈസൊരു പീസ്ഫുൾ വ്യൂ പോലെ തോന്നി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി എനിക്കറിയാം കുറച്ച് ലാഗൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല കണ്ടൻസും നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കുറച്ചും കൂടി അടിപൊളി വ്ളോഗുകളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഓക്കെ, ബൈ.